എന്താണ് മണി പറയുന്നത്? ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷെ അതിനൊക്കെ ഒരു സ്ഥലം വേണ്ടേ? ചേട്ടാ, ഞങ്ങളുടെ അവിടെ കഷ്ടിച്ച് 2 പേർക്ക് ഒരുമിച്ച് അടക്കമുള്ള സ്ഥലം പോലും ഇല്ല. അതാ പുറത്തെവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രല്ല, ഞങ്ങളുടെ അധികം കാശും ഇല്ല. ചേട്ടാ, ഞങ്ങൾക്ക് വലിയ സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. ഞങ്ങൾക്ക് ഒരു അടുപ്പ് കൂട്ടാൻ പറ്റണം, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ആ, പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് വേഗം മാറാമല്ലോ. എനിക്ക് ആഗ്രഹമില്ലാതല്ല മണി. കൊച്ചിയിലൊക്കെ ഒരു വീട് വാടക കൊടുക്കണമെങ്കിൽ എന്തുമാത്രം കാശ് വേണ്ടി വരും. അല്ലെ, പിന്നെ ഈ ഒരു വീടിൻ്റെ തന്നെ പല ഭാഗങ്ങളായിട്ട് വാടക കൊടുക്കുന്നുണ്ട്. പാർട്ടേഷനായിട്ട് ഒരു ഭാഗത്ത് അലക്കുകാരായിരിക്കും, അപ്പുറത്തെ ഭാഗത്ത് ചിലപ്പോൾ ഈ ഹോട്ടലുകളിലേക്ക് കടി ഉണ്ടാക്കുന്നവരായിരിക്കും, അങ്ങനെയൊക്കെയുള്ളത്. ഇടം മണി നിന്റെ കൂട്ടുകാരനെ പരത്തില്ലേ, കപ്പലണ്ടി കച്ചവടക്കാരൻ? പരത്തോ? ആ, അവിടെ ആകുമ്പോൾ കുറെ മുറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി സംസാരിച്ചാലോ? അവിടെ ആകുമ്പോൾ വാടകയും കുറവായിരിക്കും. എന്നാ ഒരു കാര്യം നോക്കി ഇപ്പൊ തന്നെ പോയി ചായ കുടിക്കുന്നു.
ಮುತ್ತುಮೈಲಾಟಿಕಿತ್ತು ಮೊಟ್ಟಿಕಿತ್ತು ವಾರನನೋ ಪಾನಮನೈಲಾಟಿ ಪಟ್ಟೆ ಪಾಟಿ ಪಟ್ಟೆ ನಾನೇನೋ ಮಿತ್ತುಮಲ ಸುಟ್ಟಿಕಿತ್ತು ಸೋರಿಮಲ ചേരനോ സോറിമല കേറിക്കിട്ട് ഏറിക്കിട്ട് ഏറനോ ഒട്ടാത്ത ബന്ധമെല്ലാം പത്തമെല്ലാം രാഗനോ വന്താൽ നാം ബന്ധമെല്ലാം വർമ്മന താകനോ സൊറാന സിലമ്പില്ല തന്നമ്പില്ല നാനനോ రక్కమల్ల 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 తాగనో రక్కమల్ల 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 తాననా తిల్లే లంగడియే తిల్ల తిల్ల తిల్లే లంగడియే എങ്ങോട്ടാ? ഞാൻ പറഞ്ഞല്ലോ മല്ലിയുടെ അടുത്ത് പോണെന്ന്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ പോകണ്ടെന്നുള്ളത്. അങ്ങനെ അവർക്ക് വാക്ക് കൊടുത്തുപോയില്ലേ? ആ, നാട്ടിൽ പറയാനി പറ്റൂല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഡെയിലി രാവിലെ ഞാൻ 5 മണിക്കല്ലേ എണീക്കുന്നത്. ആ. നാളെ മുതൽ 3:30 എണീക്കേണ്ടി വരും. 5 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം ആക്കിയിട്ട് ഞാൻ 7:30 പോകും. പിന്നെ ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ ഒന്ന് ചൂടാക്കി കഴിക്കണം. രാത്രിത്തെ കറിയല്ലേ, അത് ഞാൻ വന്നിട്ട് ഉണ്ടാക്കി തരാം. എങ്കിൽ ശരി, നടക്കട്ടെ. കഴിച്ചോ? എന്തായാലും നിങ്ങളുടെ ഉണ്ണിയപ്പ കച്ചവടമൊക്കെ എല്ലാ ക്ലച്ചും പിടിക്കുവോ? ക്ലച്ച് മാത്രല്ലേ ഗിയറും പിടിക്കും. നാട്ടുകാരെ മുഴുവനും തീറ്റിക്കുവോ ഈ ഉണ്ണിയപ്പം? നാട്ടുകാരെ മാത്രമല്ല, ഈ എറണാകുളത്തിലെ മുഴുവൻ ആൾക്കാരും തീറ്റിക്കും. പിന്നെ ഈ കോളനിക്കാരെ അടി Thank you.